ഹലോ, എല്ലാവർക്കും സ്വാഗതം. AI-യുടെ ലോകത്ത് ശരിക്കും ഒരു കൊടുങ്കാറ്റഴിച്ചുവിട്ട ഒരാഴ്ചയാണ് കടന്നുപോയത്. അപ്പോൾ ബഹിരാകാശത്ത് ജീവിക്കാൻ കഴിവുള്ള AI-യെക്കുറിച്ചും തനിയെ ഓടുന്ന കാറുകളെക്കുറിച്ചും ഒക്കെ കേൾക്കാൻ റെഡിയല്ലേ? ഈ ആഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില മുന്നേറ്റങ്ങളിലേക്ക് നമുക്കൊന്ന് വേഗത്തിൽ കണ്ണോടിക്കാം. അപ്പോൾ ഈയൊരു ചോദ്യം ഇതൊന്ന് മനസ്സിൽ വെച്ചോളൂ. കാരണം നമ്മളിനി കാണാൻ പോകുന്ന ഓരോ കാര്യത്തിൻ്റെയും, അതായത് NVIDIA-യുടെ ബഹിരാകാശ കമ്പ്യൂട്ടറുകൾ മുതൽ നമ്മുടെ റോഡിലിറങ്ങാൻ പോകുന്ന കാറുകൾ വരെയുള്ള എല്ലാത്തിൻ്റെയും കാതൽ ഈയൊരു ചോദ്യമാണ്. അപ്പോൾ തുടങ്ങാമില്ലേ? ഏതൊരു വലിയ മാറ്റത്തിനും അതിനു വേണ്ട ഒരു ഇന്ധനം വേണമല്ലോ, അല്ലേ? AI-യുടെ കാര്യത്തിൽ അത് കമ്പ്യൂട്ടിംഗ് പവറാണ്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മുടെ ഈ കഥ തുടങ്ങുന്നത്. 25 ഇരട്ടി. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഇന്നത്തെ ഏറ്റവും പവർഫുള്ളായ AI കമ്പ്യൂട്ടിംഗ് പവർ, അതിൻ്റെ 25 മടങ്ങ് ശക്തി നമുക്ക് കിട്ടിയാൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും? അതിൻ്റെ ഉത്തരത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അതെ, അവിടെയാണ് കഥ ശരിക്കും മാറുന്നത്. ഈ പറഞ്ഞ 25 ഇരട്ടി ശക്തി അത് നമ്മുടെ ഭൂമിയിലുള്ള കാര്യങ്ങൾക്കല്ല. NVIDIA-യുടെ പുതിയ വേറ റൂബിൻ പ്ലാറ്റ്ഫോം ലക്ഷ്യം വെക്കുന്നത് ബഹിരാകാശത്തെയാണ്. ശരിക്കും പറഞ്ഞാൽ ഡാറ്റാ സെന്ററുകൾ ഇനി ഓർബിറ്റിലേക്ക് പോകാൻ തയ്യാറെടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതെന്താണെന്ന് നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം. ആദ്യത്തെ പോയിന്റ് നോക്കൂ, NVL72. ഒരു റാക്കിൽ 72 GPU-കൾ, അതായത് 72 AI ബ്രെയിനുകൾ ഒരുമിച്ച്. ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഭൂമിയിലെ ഡേറ്റാ സെന്ററുകളുടെ കറണ്ട് ബില്ല് പകുതിയാവും. പക്ഷേ ഏറ്റവും വലിയ സംഭവം ആ സ്പേസ് മൊഡ്യൂളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ 25 ഇരട്ടി കമ്പ്യൂട്ടിംഗ് പവർ ബഹിരാകാശത്ത് സാധ്യമാക്കുന്നത് ഇതാണ്. ഓപ്പൺ AI-യും മെറ്റയും ഒക്കെ ഇതിനു വേണ്ടി ക്യൂ നിൽക്കുന്നതിൽ പിന്നെ അത്ഭുതമൊന്നുമില്ലല്ലോ, അല്ലേ? ശരി, ഇത്രയും വലിയ പവർ വലിയ വലിയ ഡേറ്റാ സെന്ററുകളിൽ മാത്രം ഒതുങ്ങിയാൽ മതിയോ? പോരല്ലോ. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്താ? ഈ ശക്തി സാധാരണ ഡെവലപ്പർമാരുടെ ഡെസ്ക്ടോപ്പിലേക്ക് എത്തുന്നു. ഈ നിമോക്ലോ എന്ന് പറയുന്നത് സിമ്പിളായി പറഞ്ഞാൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിന് വേണ്ടി സ്വന്തമായി ഒരു AI അസിസ്റ്റൻ്റ് ഉണ്ടാക്കാനുള്ള ഒരു DIY കിറ്റ് പോലെയാണ്. ഇതുവരെ നമ്മൾ ക്ലൗഡിൽ മാത്രം ചെയ്തിരുന്ന കാര്യങ്ങൾ ഇനി സ്വന്തം മെഷീനിൽ തന്നെ ചെയ്യാം. പേഴ്സണൽ AIക്ക് വേണ്ടിയുള്ള ഒരു പുതിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അങ്ങനെ വേണമെങ്കിൽ പറയാം. ഇതൊന്ന് ശ്രദ്ധിക്കണം. ഒരു ഡെസ്ക്ടോപ്പ് ഡാറ്റാ സെന്റർ, DGX Spark എന്ന പുതിയ സിസ്റ്റം അതാണ് സാധ്യമാക്കുന്നത്. ചിന്തിച്ചു നോക്കൂ, ഒരു ചെറിയ ഗ്യാരേജിലിരുന്ന് ജോലി ചെയ്യുന്ന ടീമിന് പോലും വലിയ കോർപ്പറേറ്റ് കമ്പനികളെ പോലെ ഭീമൻ AI മോഡലുകൾ ഉണ്ടാക്കാൻ പറ്റും. ഇത് ശരിക്കും കളിയുടെ നിയമങ്ങൾ മാറ്റുന്ന ഒരു സംഭവമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പുതിയ ഹാർഡ്വെയറിനെ കുറിച്ചും സോഫ്റ്റ്വെയറിനെ കുറിച്ചും സംസാരിച്ചു. ഇനി ഈ ശക്തിയൊക്കെ ഉപയോഗിച്ച് നമ്മുടെ ഡിജിറ്റൽ ലോകത്തും നമ്മുടെ സ്വന്തം ശരീരത്തിലുമൊക്കെ എന്തൊക്കെ മാറ്റങ്ങളാണ് വരാൻ പോകുന്നതെന്ന് നോക്കാം. ഗെയിം കളിക്കുന്നവർക്ക് ഇതൊരു വലിയ വാർത്തയാണ്. NVIDIA-യുടെ പുതിയ DLSS 5 ടെക്നോളജി അതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഗെയിമിലെ ദൃശ്യങ്ങളിൽ വിട്ടുപോയ ഭാഗങ്ങൾ AI ഊഹിച്ചു പൂരിപ്പിക്കും. അങ്ങനെ ഓരോ ഫ്രെയിമും അങ്ങേയറ്റം റിയലിസ്റ്റിക് ആകും. സത്യം പറഞ്ഞാൽ കുറച്ചുകാലം കഴിഞ്ഞാൽ ഗെയിമും സിനിമയും തമ്മിൽ തിരിച്ചറിയാൻ പോലും പറ്റാതാവും. ഗെയിമിങ്ങിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് ജീവൻ രക്ഷിക്കുന്ന ഒരു സാങ്കേതിക വിദ്യയിലേക്കാണ്. മൈക്രോസോഫ്റ്റിന്റെ ഗിഗാ ടൈം. ഇതിന്റെ പ്രവർത്തനം സിമ്പിളാണ്. സാധാരണ ലാബുകളിലെ ചിലവ് കുറഞ്ഞ ഒരു പെത്തോളജി സ്ലൈഡ് എടുക്കും. എന്നിട്ട് ഒരു മൾട്ടി മോഡൽ AI അത് വിശകലനം ചെയ്യും, ഒരു സൂപ്പർ കമ്പ്യൂട്ടർ ചെയ്യുന്നത് പോലെ. അവസാനം മനുഷ്യ ഡോക്ടർമാർക്ക് പോലും കണ്ടെത്താൻ കഴിയാത്ത ക്യാൻസറിനെ കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ അത് നമുക്ക് തരും. 1234. ഇതൊരു വെറും നമ്പറല്ല. ജിഗാ ടൈം 14,000-ലധികം രോഗികളുടെ ഡേറ്റ പരിശോധിച്ച് കണ്ടെത്തിയ പുതിയ കണ്ടുപിടുത്തങ്ങളുടെ എണ്ണമാണിത്. ഇത് വ്യക്തമാക്കുന്ന ഒരു കാര്യമുണ്ട്. AI വെറുമൊരു തിയറിയല്ല, അത് യഥാർത്ഥത്തിൽ ആളുകളുടെ ജീവൻ രക്ഷിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ടെക്നോളജി ഇത്രയധികം വേഗത്തിൽ മുന്നോട്ടു പോകുമ്പോൾ സ്വാഭാവികമായും അതിന് പിന്നിലുള്ള മനുഷ്യർക്കിടയിൽ ചില തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകും. അങ്ങനെ ഒരു നിർണായക പോരാട്ടത്തിലേക്കാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ഇവിടെ നമ്മൾ ആരുടെയും പക്ഷം പിടിക്കുന്നില്ല, വസ്തുതകൾ മാത്രം നോക്കാം. ഒരു സൈഡില് ആന്ത്രോപിക് എന്ന AI കമ്പനി. അവരുടെ നിലപാട് വ്യക്തമാണ്. ഞങ്ങളുടെ AI-യെ നിരീക്ഷണത്തിനോ ആയുധങ്ങൾക്കോ ഉപയോഗിക്കാൻ തരില്ല. മറുഭാഗത്ത് അമേരിക്കൻ പ്രതിരോധ വകുപ്പ്. അവരുടെ പ്രതികരണം, നിങ്ങൾ സഹകരിച്ചില്ലെങ്കിൽ നിങ്ങളെ സപ്ലൈ ചെയിൻ റിസ്ക്കായി കണ്ട് കരിമ്പട്ടികയിൽപ്പെടുത്തും. ഇത് ശരിക്കും AI-യുടെ ഭാവിയെക്കുറിച്ചുള്ളൊരു പോരാട്ടമാണ്. ഈ വിഷയത്തിന്റെ ഗൗരവം എത്രയുണ്ടെന്ന് മനസ്സിലാക്കാൻ ഈ സഖ്യം മാത്രം നോക്കിയാൽ മതി. എപ്പോഴും മത്സരത്തിലുള്ള ഓപ്പൺ AI-യും ഗൂഗിൾ ഡീപ് മൈൻഡും ഈയൊരു കാര്യത്തിൽ ആന്ത്രോപിക്കിനെ പിന്തുണയ്ക്കാൻ ഒരുമിച്ചു. AI-യുടെ സുരക്ഷ എത്രത്തോളം പ്രധാനമാണെന്ന് ചിന്തിക്കുന്നവർ ഈ വിഷയത്തിൽ ഒറ്റക്കെട്ടാണെന്നാണ് ഇത് കാണിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഇതുവരെ സംസാരിച്ച എല്ലാ കാര്യങ്ങളും അതെല്ലാം കൂടിച്ചേരുന്ന ഒരു പോയിന്റിലേക്കാണ് നമ്മൾ വരുന്നത്. AI ഇനി വെറുമൊരു സോഫ്റ്റ്വെയർ അല്ല, അത് സ്ക്രീനിൽ നിന്ന് പുറത്തിറങ്ങി നമ്മുടെ ഭൗതിക ലോകത്തേക്ക് കാലെടുത്തു വെക്കുകയാണ്.
ഈ കണക്കുകൾ നോക്കൂ. ഒരൊറ്റ ഷോയിൽ 110 റോബോട്ടുകൾ. ഇതൊന്നും വെറും കളിപ്പാട്ടങ്ങളല്ല. BYD, ഹ്യുണ്ടായി, നിസ്സാൻ, ലോകത്തിലെ വമ്പൻ കാർ കമ്പനികളാണ് ഇവരുടെ പുതിയ പങ്കാളികൾ. ഇതിനർത്ഥം ഒന്നു മാത്രം: റോബോട്ടുകൾ ഫാക്ടറികളിൽ നിന്ന് നമ്മുടെ നിരത്തുകളിലേക്കും വീടുകളിലേക്കും എത്താൻ ഇനി അധികം വൈകില്ല. എൻവിഡിയ CEO ജെൻസൺ ഹുവാങ്ങിന്റെ ഈ വാക്കുകൾ ശ്രദ്ധിക്കൂ. സെൽഫ് ഡ്രൈവിംഗ് കാറുകളുടെ ChatGPT നിമിഷം എത്തിയിരിക്കുന്നു. ഇതിൽ കൂടുതലായി ഒന്നും പറയാനില്ല. ChatGPT എങ്ങനെയാണോ ഒറ്റ രാത്രി കൊണ്ട് ലോകത്തെ മാറ്റിമറിച്ചത്, അതുപോലൊരു വലിയ മാറ്റം സ്വയം ഓടുന്ന കാറുകളുടെ കാര്യത്തിലും സംഭവിച്ചിരിക്കുന്നു. ഇതിനി വിദൂര ഭാവിയല്ല, ഇതിപ്പോൾ സംഭവിക്കുകയാണ്. അപ്പോൾ നമ്മൾ തുടങ്ങിയത് ടെക്നോളജിയിൽ നിന്നാണ്, പക്ഷേ നമ്മൾ എത്തി നിൽക്കുന്നത് ഒരു വലിയ ചോദ്യത്തിന് മുന്നിലാണ്. AI ഇനി സ്ക്രീനിന് പിന്നിൽ ഒളിച്ചിരിക്കുന്ന ഒന്നല്ല. അത് നമ്മുടെ ഇടയിലേക്ക്, നമ്മുടെ ലോകത്തേക്ക് ഇറങ്ങി വരുമ്പോൾ എന്തായിരിക്കണം പുതിയ നിയമങ്ങൾ? അതിനെ നിയന്ത്രിക്കാൻ നമ്മൾ തയ്യാറാണോ? ഈ ഒരു ചിന്ത നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് ഇന്നത്തെ ഈ വിശകലനം നമുക്കിവിടെ അവസാനിപ്പിക്കാം.